അഡ്വക്കേറ്റ് മിനി പബ്ലിക്കിൽ സംസാരിച്ചു അല്ലേ? ആശാച്ചി ഞാൻ സംസാരിച്ചു ചാനലിനോട്. ജുഡീഷ്യറിക്കെതിരെ ശബ്ദമുയർത്തണം. ഇതിന്റെ ഗാദറിംഗ് എവിടെയാ? ഇവിടെ പറഞ്ഞ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്കൊരു പീഡനം അനുഭവിച്ചാൽ നിങ്ങൾക്ക് എവിടെയാ പോകാൻ പറ്റുക? എവിടെയാ നിങ്ങൾ പോകണ്ടേ? നീതിക്ക് വേണ്ടി നിങ്ങൾക്ക് കിട്ടുവോ? ഇന്നത്തെ ജുഡീഷ്യറിയിൽ നിങ്ങൾക്ക് കിട്ടുവോ? വീണ്ടും നമ്മൾ അലമുറയിടണ്ടേ പുറത്തു കിടന്നിട്ട്? അപ്പോൾ നമ്മൾ ജുഡീഷ്യറിയെ ചോദ്യം ചെയ്ത് തുടങ്ങുകയേ പറ്റുള്ളൂ. കാരണം ജുഡീഷ്യറി ജനങ്ങൾക്ക് വേണ്ടിയാണ്. നീതി യഥാസമയത്ത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ജുഡീഷ്യറി സ്ഥാപിതമായിട്ടുള്ളത്. ജുഡീഷ്യറി അഹമ്മതി കാണിക്കുകയാണ്. അധർമ്മത്തിന് നീതി സത്യമേവ ജയതേ എന്ന് വിളിച്ചിട്ട് അസത്യമേവ ജയതേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ കോർട്ട് ബോയ്ക്കോട്ട് ചെയ്യണം. ജനാധിപത്യത്തിൽ സ്ത്രീകൾ ഇറങ്ങി പ്രവർത്തിക്കണം. മാറുമറയ്ക്കൽ സമരം നടത്തി അയ്യങ്കാളി വില്ലും സമരം നടത്തിയത് സ്ത്രീകളെ മുൻനിര പോരാളികളായി നിരത്തിക്കൊണ്ടാണ്. നമ്മൾ ഇന്ന് മാറുമറച്ചത് എങ്ങനെയാണ്? അതുപോലെ സ്ത്രീകൾ, അമ്മമാർ, കുട്ടികൾ, യൂത്ത്, ജനങ്ങൾ ഇറങ്ങി ബോയ്ക്കോട്ട് ചെയ്താൽ എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി, സ്ത്രീകളുടെ നീതിക്ക് വേണ്ടി എവിടെ കൂടിയേ? ഞാൻ ഒരു വക്കാലത്ത് നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. എവിടെ നിങ്ങൾക്ക് ഞാൻ നീതിക്ക് വേണ്ടി വാദിക്കേണ്ടത്? ഒരു ബിസിനസ് കമ്പനിയുള്ള അഡ്വക്കേറ്റ് ആണ് പറയും ഫീസ് ഇങ്ങോട്ടോടും നിങ്ങൾക്ക് നീതി ഉണ്ടെന്ന് പറയല്ലേ? വർഷങ്ങളോളം നിങ്ങളുടെ കോടതി കയറി നിരത്തും. എന്നിട്ട് ഒരു പേപ്പർ ഓർഡർ എഴുതി നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടു തരും. ഇതാണ് നീതി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നീതിന്യായ വ്യവസ്ഥ, നീതിക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ നീതിന്യായ വ്യവസ്ഥ എന്താണെന്ന് കറക്റ്റ് നമ്മൾ ബോധവാന്മാരാകണം. നമ്മൾ നീതിക്ക് വേണ്ടി ഒരു കുട്ടി വന്ന് പറയുമ്പോൾ ഞാൻ എവിടെ കുട്ടിക്ക് എഫ്ഐആർ ഉണ്ട്. പല കേസുകളും അഡ്വക്കേറ്റ് ജിസ്മോൾ ഹൈക്കോടതിയിലെ നല്ലൊരു അഭിഭാഷകയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ കോട്ടയം. വളരെ ക്രൂരമായ രീതിയിൽ ആ അഭിഭാഷകയെ കൊന്നിട്ട് ഒരൊറ്റ അഭിഭാഷകരോ അഭിഭാഷക സംഘടനകളോ വനിതാ കമ്മീഷനോ വനിതാ സംഘടനകളോ അവരുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അച്ഛനോടോ അവർക്ക് വേണ്ടിയോ ശബ്ദിക്കാനുണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ പോയി എന്നുള്ളതാണ്. മൈക്ക് പോലും എനിക്ക് തന്നില്ല. അവിടുത്തെ രാഷ്ട്രീയക്കാർ മൈക്ക് പോലും എനിക്ക് തന്നില്ല. എങ്കിലും ഞാൻ സംസാരിച്ചു. എനിക്കൊരു സ്വയം എന്റെ മനസാക്ഷിക്കുള്ള ബോധ്യങ്ങളാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയാണ്. ഇവിടെ കൊടുക്കേണ്ട എന്റെ അറിവുകൾ ഓരോ സ്റ്റേജിലും കൊടുത്തു പോകുക. യൂണിറ്റിയോടുകൂടി വലിയ സമരങ്ങളായി എടുക്കുന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ നിന്ന് ശബ്ദമുയർത്തുക എന്നൊരു തീരുമാനത്തിലാണ് ഞാനിപ്പോൾ ഓരോ വേദിയും പങ്കെടുക്കുന്നത്. കാരണം ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, പ്രവൃത്തിയില്ലാത്ത പ്രസംഗം അതിൽ തന്നെ നിർവീര്യമാണ് എന്നുള്ളത്. ഇപ്പൊ എത്രയോ പേർ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇന്ന് രാവിലെ എനിക്ക് കോൾ വന്നു. ജപ്തി കേസ്, വിഷമങ്ങള്, ഗാർഹിക പീഡനം, ഭയങ്കരമായിട്ട് വീഡിയോസ് ഒക്കെ വരികയാണ്. നമുക്കത് കണ്ടാൽ ഉറങ്ങാൻ പോലും പറ്റില്ല എന്നൊരവസ്ഥയിലാണ്. പിന്നെ ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ, സ്ത്രീ പുരുഷ വേർതിരിവുകൾ ഒരിക്കലും ഇവിടെ പാടില്ല. സ്ത്രീയും പുരുഷനെയും വേർതിരിച്ചുകൊണ്ട് ഇവിടെ എക്സിസ്റ്റൻസ് ഉണ്ടോ? പ്രകൃതിക്ക് എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. പുരുഷാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ഇവിടെ കമ്മീഷനുകൾ ഒരു കമ്മീഷൻ മതി. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ഒന്ന് മാത്രം മതി ഇവിടെ പ്രവർത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മിസ്ലീഡ് ചെയ്യുന്ന കുറെ ചാനൽ ഡിബേറ്റുകളും ചാനൽ പ്രവർത്തനങ്ങളും എല്ലാം കൂടി ജനാധിപത്യത്തെ നല്ല രീതിയിൽ കുട്ടിച്ചോറാക്കി വളരെ പതറ്റിക് സ്റ്റേജിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറയുകയാണ്. കാരണം എനിക്ക് ഇവിടെ ആര് വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കുന്ന ഒരാളാണ്. നിങ്ങൾ വിചാരിച്ചിട്ട് ഞാനിപ്പോ വലിയ സംസാരിച്ച് പോയി കഴിഞ്ഞാൽ കോൾ എടുക്കാത്ത ഒരു വക്കീലിന്റെ സംസാരം എന്തിനാ കേൾക്കട്ടെ എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെങ്കിലും മിസ്ഡ് കോൾ വന്നാലും ഒരു കോൾ പോലും ഞാൻ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ 20ഓളം ആത്മഹത്യ കേരളത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് വിസ്മയ കൊലപാതകത്തിന് ശേഷം കേരള സോഷ്യൽ നഴ്സിംഗ് എന്ന ഗ്രൂപ്പ് ഇട്ട് അത് ചാനൽ റിപ്പോർട്ട് ചെയ്താണ് പ്രവർത്തിച്ച് അതിനുശേഷം അതിനകത്തുള്ള പ്രവർത്തനങ്ങൾ വന്നതെല്ലാം ഈ പറയുന്ന ഒരു വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നു. അതവിടെ വൈൻഡപ്പ് ചെയ്തു. എന്നാലും പ്രതീക്ഷ വിടാതെ മുന്നോട്ട് നമ്മൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഇത്തരം സമൂഹങ്ങളിൽ നമ്മൾ വന്നിരുന്ന് ആശയങ്ങൾ കേൾക്കുകയും പ്രവർത്തിക്കുന്നവരുടെ കൂടെ കൈ കോർത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റണം. പോലീസ് സ്റ്റേഷനുകൾ സ്ത്രീ സൗഹൃദ ഇടങ്ങളാകണം. വനിതാ സെൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ വനിതാ സെൽ? ഏതായാലും പുരുഷ തന്തവൽക്കരിച്ച സമൂഹത്തിന്റെ ചട്ടുകളങ്ങളായി നിൽക്കുന്ന സ്ത്രീകള് സ്ഥാനം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല, അത്തരം സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. വ്യക്തമായ വ്യക്തിത്വവും രാഷ്ട്രീയ ബോധവും
ജെൻഡർ ഈക്വാലിറ്റിയും തുല്യതയോടെ നിന്നുകൊണ്ട് കാഴ്ചപ്പാട് എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ച. അപ്പൊ വന്നിരിക്കുന്നവർക്കും അത് കിട്ടണമെന്നുള്ള മനോഭാവം സാഡിസ്റ്റും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയും ഒക്കെയാണ് ഇപ്പൊ ഇവിടെ അധികാരത്തിൽ കൈയാളിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരുപാട് ഭവിഷ്യത്തുകള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരമുള്ള ഗാദറിങ്ങും പ്രതികരണങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തരുന്നതാണ്. ആരും വീര്യം തളർന്നു പോകാതെ നമ്മളുടെ വരും തലമുറകൾക്ക് മാതൃകാപരമായ ഒരു പോരാട്ടത്തിലേക്ക് കാൽ എടുത്തു വെച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. ആരും തണുത്തു പോകാതെ തന്നെ പരസ്പരം കൈകോർത്ത് 4 മല ചേർന്നാലും 4 മുല ചേരൂല എന്നൊക്കെ പറയുന്നില്ലേ, ഇതൊക്കെ വെറും വിഡ്ഢിത്തരങ്ങളാട്ടോ, വെറും വിഡ്ഢിത്തരങ്ങളാ. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പൊ എനിവേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പുരുഷ അധികാര സൊസൈറ്റിയുടെ അടിമത്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടിമ എന്ന മുഖം എടുത്തു മാറ്റിക്കൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണി പോരാളികളായിട്ട് നമ്മൾ ചരിത്രത്തിന്റെ ഏടുകളിൽ കുറിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കോർഡിനേറ്റ് ചെയ്ത് അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ അണിയറ പ്രവർത്തകർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നന്ദി.